Next question. If a continuous random variable capital X has PDF, f of x equal to 1 by 3 minus 1 less than or equal to x less than or equal to 0, 2 by 3 0 less than or equal to x less than or equal to 1, then expectation of x square is option A 1 by 9, option B 2 by 3, option C 5 by 12, option D 1 by 3. ഇവിടെ എങ്ങനെയാണ് പി ഡി എഫ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/3 ആണ്. എപ്പോഴാണ് എക്സ് എന്ന് പറയുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ, അതായത് ഈ ഇൻ്റർവലിനകത്ത് എക്സ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/3 ആയിരിക്കും. അടുത്ത റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ ഈ ഇൻ്റർവലിനകത്തുള്ള ഏതെങ്കിലും റിയൽ വാല്യൂ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2/3 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്പർ ലൈനിനകത്ത് നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലെഫ്റ്റിൽ -∞, ഏറ്റവും റൈറ്റിൽ +∞. അപ്പോൾ -1 ഇവിടെ 0 ഇവിടെ 1. ഈ ഇൻ്റർവലിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/3 എന്നാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഈ ഇൻ്റർവലിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2/3 ആണ്. ബാക്കിയുള്ള എല്ലായിടത്തും എഫ് ഓഫ് എക്സ് എന്താണ്? 0 ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ -∞ to +∞ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ -∞ മുതൽ +∞ വരെ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. അത് -1 മുതൽ 1 വരെയാണ്. അതിന് രണ്ടാക്കിയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. -1 മുതൽ 0 വരെയും ദെൻ 0 മുതൽ 1 വരെയും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇൻ്റഗ്രൽ -1 to 0 എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ്. കാരണം -∞ മുതൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെയൊക്കെ എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ അവിടെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എഫ് ഓഫ് എക്സ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത് -1 to 0യും 0 to 1ഉം ആണ്. അപ്പോൾ അത് മാത്രം എടുത്താൽ മതി. ഇൻ്റഗ്രൽ -1 to 0 എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ദെൻ ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 0 എക്സ് സ്ക്വയർ ഇൻറ്റു ആ ഇൻ്റർവലിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/3 ആണ്. സോ ഇവിടെ 1/3 എഴുതുക, 1/3 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു, അപ്പോൾ 0 to 1 ആകുമ്പോൾ ഈ ഇൻ്റർവലാണ്. അപ്പോൾ ഈ ഇൻ്റർവലിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2/3 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് പകരം 2/3 എഴുതുക, എക്സ് സ്ക്വയർ ഇൻറ്റു 2/3 ഡി എക്സ്. ഇനി ഈ ഇൻ്റഗ്രൽ വാല്യൂറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ഇൻ്റഗ്രലിനകത്ത് കോൺസ്റ്റൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തെടുക്കാം. 1/3 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കുക. അപ്പോൾ 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 0 എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് അടുത്ത ഇൻ്റഗ്രലിനകത്ത് 2/3 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കുക. അപ്പോൾ 2/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ബാക്കി ഇങ്ങോട്ട് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3 ആണ് അല്ലേ? എക്സ് റൈസ് ടു 2 + 1, അതായത് എക്സ് റൈസ് ടു 3 ബൈ 2 + 1 3 വിത്തിൻ ദ ലിമിറ്റ് -1 to 0 പ്ലസ് 2/3 കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കണം. 1/3 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് 0 ആണ്. 0 ക്യൂബ് 0, അപ്പോൾ ഫസ്റ്റ് ടൈം 0 ആയിപ്പോയി മൈനസ്. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കണം. ലോവർ ലിമിറ്റ് -1 ആണ്. അപ്പോൾ -1ൻ്റെ ക്യൂബ്, -1ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് -1 ആണ് അല്ലേ? അപ്പോൾ -1/3 എന്ന് കിട്ടും. പ്ലസ് 2/3 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് അപ്പർ ലിമിറ്റ് 1 കൊടുക്കുക, അപ്പോൾ 1/3 കിട്ടും. ലോവർ ലിമിറ്റ് 0 എടുക്കുമ്പോൾ അത് 0 കിട്ടും. 1/3 - 0 വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആകും, അവിടെ പ്ലസ് 1/3. അപ്പോൾ 1/3 ഇൻറ്റു 1/3 എന്ന് കിട്ടി. പ്ലസ് 2/3 ഇൻറ്റു 1/3. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 1/9 എന്ന് കിട്ടും അല്ലേ? 1/9 പ്ലസ് ഇവിടെ 2/9 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എന്താണ്? 3/9. കോമൺ ഡിനോമിനേറ്റർ 9 ആണ്. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ 3/9 കിട്ടി. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ഡിവൈഡ് ബൈ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. സോ the required answer is 1/3. Option D is the correct answer, 1/3. Okay. Next question. For the random variable x with PDF f of x equal to 3/4x into 2 minus x if 0 less than or equal to x less than or equal to 2, 0 otherwise. Calculate the harmonic mean.
ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ PDF തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കണം. ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. 1/h ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ H ആണ് ഹാർമോണിക് മീൻ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1/h ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് 1/x. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം 1/h കണ്ടുപിടിക്കണം. അതിനുശേഷം അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ h കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് 1/x. എങ്ങനെ എക്സ്പെക്റ്റേഷൻ ഓഫ് 1/x കണ്ടുപിടിക്കുന്നത്? എക്സ്പെക്റ്റേഷനകത്ത് എക്സിലുള്ള ഒരു ഫംഗ്ഷനാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? തന്നിട്ടുള്ളത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്, അതുകൊണ്ട് ഇൻ്റഗ്രൽ യൂസ് ചെയ്യാം. ഇൻ്റഗ്രൽ ഇതിനകത്ത് ലിമിറ്റ് കൊടുത്തേക്കുന്നുണ്ടോ? 0 to 2 ആണ്. അപ്പോൾ 0 to 2 മാത്രം എഴുതിയാൽ മതി. 0 to 2, ബാക്കിയുള്ള എല്ലായിടത്തും 0 ആണ്. f(x) എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 to 2 മാത്രം എടുത്താൽ മതി. അപ്പോൾ 0 to 2 ഈ ഇ ഓഫ് കഴിഞ്ഞ് കിടക്കുന്ന ഫംഗ്ഷൻ എന്താണ്? 1/x ആണ് അല്ലേ? 1/x ഇൻറ്റു അതിൻ്റെ PDF f(x) dx. ഇതാണ് ഫോർമുല. എക്സ്പെക്റ്റേഷൻ ഓഫ് 1/x ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 ആ 1/x ഇൻറ്റു ക്യാപിറ്റൽ X എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PDF f(x) dx. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 1/x ഇൻറ്റു എന്താണ് f(x) 0 to 2. ഈ ഇൻ്റർവലിനകത്ത് f(x) എന്ന് പറയുന്നത് 3/4x ഇൻറ്റു 2 - x. അപ്പോൾ ഇവിടെ നമുക്ക് f(x)ന് പകരം 3/4x ഇൻറ്റു 2 - x എന്ന് എഴുതാം dx. ഓക്കെ, ദാ ഈ എക്സും ഇവിടുത്തെ എക്സും കൂടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇൻ്റഗ്രലിനകത്തൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ഏതാണ്? 3/4. ആ കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രലിന് പുറത്തെടുക്കാം. അപ്പോൾ 3/4 പുറത്തെടുത്തു. ബാക്കി എന്താണ്? ഇൻ്റഗ്രൽ 0 to 2 - x dx വിച്ച് ഇസ് ഈക്വൽ ടു 3/4 ഇൻറ്റു ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആദ്യം 2 ആണ് കിടക്കുന്നത്. അപ്പോൾ 2ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇൻ്റഗ്രൽ 2 dx അല്ലേ? ലിമിറ്റ് എങ്ങനെയാണ്? 0 to 2 മൈനസ് ഇൻ്റഗ്രൽ x dx. ഇൻ്റഗ്രൽ വിത്തിൻ ദ ലിമിറ്റ് 0 to 2. ഓക്കെ, ഇത് വാല്യൂറ്റ് ചെയ്താൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു 3/4 ഇൻറ്റു ഇൻ്റഗ്രൽ 2 dx. 2 കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രലിന് പുറത്ത് വരുമ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 dx. അപ്പോൾ ഇൻ്റഗ്രൽ 1 dx എന്ന് പറയുമ്പോൾ x ആണ്. അപ്പോൾ 2x എന്ന് കിട്ടും. ഇൻ്റഗ്രൽ 1 dx എന്ന് പറയുമ്പോൾ x ആണ് കേട്ടോ. ഇൻ്റഗ്രൽ 1 dx ഇസ് ഈക്വൽ ടു x ആണ്. പ്ലസ് സി കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇടണം. ഇവിടെ ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇടണം. അപ്പോൾ ഇൻ്റഗ്രൽ 1 dx എന്ന് പറയുന്നത് x പ്ലസ് സി ആണ്. അപ്പോൾ ഇവിടെ 2 dx എന്നാണ് നടക്കുന്നത്. ഇൻ്റഗ്രൽ 2 dx ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 2 dx എന്ന് പറയുന്നത് 2x എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ 2x കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതണ്ട, ലിമിറ്റ് ഉള്ളതുകൊണ്ട് 0 to 2 മൈനസ് അടുത്ത ഇൻ്റഗ്രൽ x dx. x എന്ന് പറയുമ്പോൾ x raised to 1 ആണല്ലേ? ഇൻ്റഗ്രൽ x raised to 1 dx. എന്താണ് ഇൻ്റഗ്രൽ x raised to 1? x raised to 1 + 1/1 + 1 അല്ലേ? x raised to 2/2. x raised to 2/2 വിത്തിൻ ദ ലിമിറ്റ് 0 to 2 വിച്ച് ഇസ് ഈക്വൽ ടു 3/4 ഇൻറ്റു ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് 2 ആണ്. 2 × 2 4 എന്ന് കിട്ടും. 4 മൈനസ് ലോവർ ലിമിറ്റ് ഇവിടെ 0 ആയതുകൊണ്ട് 2 × 0 0 ആയിട്ട് പോകും. അപ്പോൾ 4 മാത്രമേ വരുള്ളൂ. മൈനസ് ഇനി ഇവിടെ x²/2 വിത്തിൻ ദ ലിമിറ്റ് 0 to 2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 2²/2 എന്ന് കിട്ടും അല്ലേ? 2² എന്താണ്? 4/2 മൈനസ് ലോവർ ലിമിറ്റ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. 0 ആയതുകൊണ്ട് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. ഇത്രയേ ഉള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു 3/4 ഇൻറ്റു 4 - 2 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 3/4 ഇൻറ്റു 2 എന്ന് കിട്ടും. ആൻസർ 3/2. ഓക്കെ, അപ്പോൾ 1/h ആണ് നമുക്ക് 3/2 എന്ന് കിട്ടിയത്. 1/h is equal to 3/2. So the harmonic mean h is equal to റെസിപ്രോക്കൽ എടുത്താൽ മതി. 1/hൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴല്ലേ h കിട്ടുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ റെസിപ്രോക്കൽ എടുക്കുക. 2/3 എന്ന് കിട്ടും. സോ ദ ഹാർമോണിക് മീൻ ഓഫ് x is equal to 2/3. ഹാർമോണിക് മീൻ 2/3 ആണ്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മനസ്സിലാക്കണം. അതിൽ ആദ്യത്തെ പോയിന്റ് ഇതാണ്: അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്.
ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളിനെ സംബന്ധിച്ച് അരിത്തമെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അതാണ് മീൻ ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. സെക്കൻഡ് പോയിന്റ്, ജിയോമെട്രിക് മീൻ ജി ഈസ് ഗിവൺ ബൈ. ഇപ്പോൾ ജിയോമെട്രിക് മീനിനെ ഡിനോട്ട് ചെയ്തത് ക്യാപിറ്റൽ ജി എന്ന ലെറ്റർ കൊണ്ടാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ലോഗ് ജി ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ലോഗ് എക്സ്. ജി കണ്ടുപിടിക്കുക അല്ല നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്നത്, ലോഗ് ജി ആണ് കണ്ടുപിടിക്കുന്നത്. ലോഗ് ജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് ലോഗ് എക്സ്. ആദ്യം ഇത് ഇവാലുവേറ്റ് ചെയ്യണം. എക്സ്പെക്ടേഷൻ ഓഫ് ലോഗ് എക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻറ്റി ലോഗരിതം എടുക്കുമ്പോൾ ജിയുടെ വാല്യൂ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ജി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്, ലോഗ് ജി ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ലോഗ് എക്സ്. തേർഡ് പോയിന്റ്, ഹാർമോണിക് മീൻ എച്ച് ഈസ് ഗിവൺ ബൈ 1/h is equal to expectation of 1/x. അപ്പോൾ ഹാർമോണിക് മീൻ എച്ച് കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണ്, 1/h. എച്ച് ഡയറക്റ്റ് ആയിട്ടല്ല കണ്ടുപിടിക്കുന്ന, 1/h ആണ് കണ്ടുപിടിക്കുന്നത് ആദ്യം. 1/h is equal to expectation of 1/x. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് 1/x കണ്ടുപിടിക്കണം. അപ്പോൾ അതൊരു നമ്പർ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? 1/h ആണ് ഈ കിട്ടിയത്. ആ കിട്ടിയ നമ്പറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാർമോണിക് മീനായ എച്ച് കിട്ടും. ഓക്കെ. നെക്സ്റ്റ്, മീഡിയൻ എം ഈസ് ഗിവൺ ബൈ സിഗ്മ എ ടു എം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2. ഇത് ഡിസ്ക്രീറ്റ് കേസിലാണ്. റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എം എത്രയാണോ അതായിരിക്കും അവിടുത്തെ മീഡിയൻ. എ എന്ന് പറയുന്നത് ആ റാൻഡം വേരിയബിളിൻ്റെ ലോവർ ലിമിറ്റാണ്, ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും. അതെവിടെ നിന്ന് കിട്ടും? അത് പി എം എഫിൻ്റെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാവും. പി എം എഫ് എഴുതുമല്ലോ, ആ പി എം എഫിൽ പറഞ്ഞേക്കും എക്സിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന്. അതായിരിക്കണം ഈ എ ആയിട്ട് കൊടുക്കേണ്ടത്. എം എന്ന് പറയുന്നത് മീഡിയൻ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ റാൻഡം വേരിയബിളിൻ്റെ പി എം എഫ് ആണ്, ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എം എത്രയാണോ അതായിരിക്കും അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എവിടെയാണ്? ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അടുത്ത കണ്ടിന്യൂസ് കേസ് ആകുമ്പോൾ സിഗ്മയ്ക്ക് വരെ ഇൻ്റഗ്രൽ വരും. ഇൻ്റഗ്രൽ ലോവർ ലിമിറ്റ് എ ടു അപ്പർ ലിമിറ്റ് എം എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/2. അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എം എത്രയാണോ അതായിരിക്കും അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റാണ്. അതെവിടെ നിന്ന് കിട്ടും? അത് PDF ഡിഫൈൻ ചെയ്തേക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എക്സിൻ്റെ റാൻഡം വേരിയബിളിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് അവിടെ നിന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് ഏതാണെന്ന് അവിടെ നിന്ന് കിട്ടും. ആ ലോവർ ലിമിറ്റാണ് ഇവിടെ എഴുതാനുള്ളത്. അപ്പർ ലിമിറ്റായിട്ട് എം കൊടുക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ആ റാൻഡം വേരിയബിളിൻ്റെ PDF ആണ്, dx ഈക്വൽ ടു 1/2. ഈ ഇക്വേഷനിൽ നിന്ന് സോൾവ് ചെയ്ത് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും അടുത്ത മീഡിയൻ. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ദി മോഡ് ഈസ് ദാറ്റ് വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഈസ് എ മാക്സിമം. മോഡ് എന്ന് പറയുന്നത് ഈ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ ആണ്. ആ വാല്യൂവിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സിനെ മാക്സിമം ആക്കുന്ന എക്സ് ഏതാണോ അതായിരിക്കും അവിടുത്തെ മോഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സെക്കൻഡ് പോയിന്റ്, മീൻ ഡീവിയേഷൻ അബൌട്ട് എ ഈസ് ഗിവൺ ബൈ എം ഡി ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് മൈനസ് എ. ഇപ്പോൾ എം ഡി എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് എക്സ് മൈനസ് എ. നെക്സ്റ്റ്, ക്വാർട്ടൈൽസ് Q1 ആൻഡ് Q3. Q1 ആണ് ഫസ്റ്റ് ക്വാർട്ടൈൽ, Q3 ആണ് സെക്കൻഡ് ക്വാർട്ടൈൽ. ക്വാർട്ടൈൽസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇത് കുറേ ഡേറ്റാ സെറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഡേറ്റാ സെറ്റിനെ 4 ഈക്വൽ പാർട്ടാക്കുന്ന എത്ര പോയിന്റുകളുണ്ട്? അല്ലെങ്കിൽ ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിനെ 4 ഈക്വൽ പാർട്ടുകളാക്കുന്ന എത്ര പോയിന്റുകൾ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും? 3 പോയിന്റുകൾ. ഒന്ന് Q1, രണ്ടാമത്തെ പോയിന്റ് Q2, മൂന്നാമത്തെ പോയിന്റ് Q3. ഇതാണ് ക്വാർട്ടൈൽസ്. ഇപ്പോൾ Q1 ആണ് ഫസ്റ്റ് ക്വാർട്ടൈൽ, Q2 ആണ് സെക്കൻഡ് ക്വാർട്ടൈൽ. സെക്കൻഡ് ക്വാർട്ടൈൽ കണ്ടോ മീഡിയൻ ആയിരിക്കും, സെക്കൻഡ് ക്വാർട്ടൈലാണ് മീഡിയൻ. Q3 എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈൽ. ഫസ്റ്റ് ക്വാർട്ടൈലിൻ്റെ പ്രത്യേകത എന്താണ്? മൊത്തമുള്ള ഡേറ്റയുടെ 4/1 അല്ലേ, 4/1 ഭാഗം ഈ Q1-നേക്കാൾ ചെറുതായിരിക്കും. മൊത്തമുള്ള ഡേറ്റയുടെ 4/1 ഭാഗം, മൊത്തം 4 ഈക്വൽ പാർട്ടായിട്ടല്ലേ ഡിവൈഡ് ചെയ്താൽ, അതിൽ ഒരു ഭാഗമല്ലേ ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 4/1 എന്ന് പറയുന്നത് Q1-നേക്കാൾ ചെറുതായിരിക്കും. ഇനി മൊത്തമുള്ള ഡേറ്റയുടെ
നാലിൽ രണ്ട് ഭാഗം സെക്കൻഡ് ക്വാർട്ടൈനേക്കാൾ ചെറുതായിരിക്കും, Q2-നേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ 4/2 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 അല്ലേ? 1/2 പകുതി. മൊത്തമുള്ളതിൻ്റെ പകുതി എപ്പോഴും Q2-നേക്കാൾ ചെറുതായിരിക്കും. ഇനി മൊത്തമുള്ളതിൻ്റെ 4/3 ഭാഗം കേട്ടോ. മൊത്തം 4 ഈക്വൽ പാർട്ടാക്കിയാൽ 3 ഭാഗം Q3-യേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ Q1, Q2, Q3 ഇതാണ് ക്വാർട്ടൈൽസ്. Q1 ഫസ്റ്റ് ക്വാർട്ടൈൽ, Q2 സെക്കൻഡ് ക്വാർട്ടൈൽ. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടൈലാണ് മീഡിയൻ. സെക്കൻഡ് ക്വാർട്ടൈൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Q3 എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈലാണ്. എങ്ങനെ ഇനി ഫസ്റ്റ് ക്വാർട്ടൈൽ കണ്ടുപിടിക്കാം നോക്കാം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്വാർട്ടൈൽ കിട്ടും. ഏത് ഇക്വേഷനാണ്? സിഗ്മ A to Q1 f of x equal to 1/4. ഈ എ എന്ന് പറയുന്നത് റാൻഡം വേരിയബിളിൻ്റെ ലോവർ ലിമിറ്റാണ്. അതെവിടെ നിന്ന് കിട്ടും? PMF തരുമല്ലോ. ഇത് ഡിസ്ക്രീറ്റ് കേസാണ് അല്ലേ? ഡിസ്ക്രീറ്റ് കേസാണ്. അവിടെ PMF തരും. PMF തരുമ്പോൾ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ അവിടെ സ്പെസിഫൈ ചെയ്തേക്കും. അതിലേറ്റവും ചെറിയ വാല്യൂ ഏതാണോ, അതായത് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് നമ്പർ എന്നാണോ ആ നമ്പറാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഇവിടെ Q1 തന്നെ എഴുതണം. f of x എന്ന് പറയുന്നത് PMF ആണ്, is equal to 1/4. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന Q1 എത്രയാണോ അതായിരിക്കും ഫസ്റ്റ് ക്വാർട്ടൈൽ. തേർഡ് ക്വാർട്ടൈൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ക്വാർട്ടൈൽ കിട്ടും. ഇക്വേഷൻ എന്താണ്? സിഗ്മ A to Q3 f of x equal to 3/4. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ക്വാർട്ടൈലായ Q3 കിട്ടും. ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിലാണ് ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആകുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടൈൽ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഇൻ്റഗ്രൽ A to Q1 f of x dx equal to 1/4. എ എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റ് ഓഫ് ദ റാൻഡം വേരിയബിൾ. അത് എവിടെ നിന്ന് കിട്ടും? അത് PDF-ൻ്റെ ഡെഫിനിഷൻ അകത്തുനിന്ന് നമുക്ക് ലോവർ ലിമിറ്റ് ഓഫ് ദ റാൻഡം വേരിയബിൾ കിട്ടും. അതാണ് എ. അപ്പർ ലിമിറ്റ് Q1 ആയിട്ട് കൊടുക്കുക. f of x എന്ന് പറയുമ്പോൾ PDF ആണ്, ഈക്വൽ ടു 1/4. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് Q1 കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടൈൽ കിട്ടും. ഇനി തേർഡ് ക്വാർട്ടൈൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻ്റഗ്രൽ A to Q3 f of x dx equal to 3/4. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തേർഡ് ക്വാർട്ടൈലും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the random variable x with PDF f of x equal to 3/4 x into 2 minus x, 0 less than or equal to x less than or equal to 2, 0 otherwise. Its median is option A 2, option B 1, option C 3/2, option D 1/2. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു മീഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ A to M f of x dx equal to 1/2. ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് ആ റാൻഡം വേരിയബിളിൻ്റെ ലോവർ ലിമിറ്റ് ആണ് അല്ലേ. ഇവിടെ എക്സ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ PDF തന്നിട്ടുണ്ട്. f of x equal to 3/4 x into 2 minus x, 0 less than or equal to x less than or equal to 2. അപ്പോൾ റാൻഡം വേരിയബിളിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ് അല്ലേ. അപ്പോൾ എയുടെ സ്ഥാനത്ത് 0 എഴുതുക. അപ്പോൾ 0 അപ്പർ ലിമിറ്റ് m തന്നെ കൊടുക്കുക. ഇനി f of x എന്താണ്? f of x ഈക്വൽ ടു 3/4 x into 2 minus x. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ f of x-ന് പകരം 3/4 x into 2 minus x എന്ന് കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇസ് ഈക്വൽ ടു 1/2. ഓക്കെ, ഇനി ഇൻ്റഗ്രലിനകത്ത് 3/4 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണ് നമ്മൾ അതിനെ ഇൻ്റഗ്രലിന് പുറത്തെടുക്കുക. അപ്പോൾ 3/4 പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്? ഇൻ്റഗ്രൽ 0 to m x into 2 minus x dx ഈക്വൽ ടു 1/2. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ഇൻ്റഗ്രലിനകത്ത് എക്സ് കൊണ്ട് ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3/4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to m x into 2 2x minus x into x x square dx ഈക്വൽ ടു 1/2. ഇവിടെ 3/4 മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണല്ലേ. ഈ ബൈ 4-നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ ഇൻറ്റു 4 ആകും, അറിയാമല്ലോ. ഡിവൈഡ് ചെയ്തൊക്കെയാണ് ഇവിടെ 4. അതിനെ ഈക്വൽ ടുവിനപ്പുറം കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിലാവും. ഇനി ന്യൂമറേറ്റർ കിടക്കുന്ന 3യോ ഈക്വൽ ടുവിനപ്പുറം പോകുമ്പോൾ ഡിനോമിനേറ്ററിലാവും. അപ്പോൾ ഈ 3/4-നെ റൈറ്റിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? ഇൻറ്റു 4/3 എന്ന് വരും. കണ്ടോ, ന്യൂമറേറ്ററിൽ 3 മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണ് ഈക്വൽ ടുവിനപ്പുറം കൊണ്ടുപോകുമ്പോൾ ഡിനോമിനേറ്ററിലാവും. ഇവിടെ ഡിനോമിനേറ്ററിലുള്ള 4 ഈക്വൽ ടുവിനപ്പുറം കൊണ്ടുപോകുമ്പോൾ ന്യൂമറേറ്ററിലാവും, അറിയാമല്ലോ അതൊക്കെ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to m 2x minus x square dx ഈക്വൽ ടു 1/2 ഇൻറ്റു 4/3 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ഇൻ്റഗ്രൽ ഓരോ ടൈമിനും കൊടുക്കുക. ആദ്യത്തെ ടൈം 2x ആണ്. അതിന് ഇൻ്റഗ്രൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 2 പുറത്തെടുക്കുക അല്ലേ. ഇൻ്റഗ്രലിന് പുറത്ത് 2 എടുത്തിട്ട് ഇൻ്റഗ്രൽ 0 to m x dx. അപ്പോൾ 2x-ൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ വേണ്ടി 2 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തതിന് ശേഷം എക്സിൻ്റെ ഇൻ്റഗ്രൽ എഴുതിയാൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to m x dx മൈനസ്
ഇൻ്റഗ്രൽ 0 to m x square dx. നെക്സ്റ്റ് ടൈം എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to m x square dx ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 1 ആണ് അല്ലേ? എക്സ് റൈസ് ടു 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് റൈസ് ടു 1 + 1/1 + 1, അതായത് എക്സ് റൈസ് ടു 2/2 വിത്തിൻ ദ ലിമിറ്റ് 0 to m, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് m. അപ്പോൾ വിത്തിൻ ദ ലിമിറ്റ് 0 to m മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് റൈസ് ടു 2 + 1/2 + 1, അതായത് x³ 3. അപ്പോൾ x³ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to m ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഈ 2ഉം 2 ക്യാൻസൽ ആവും. അപ്പോൾ ബാക്കി x² വിത്തിൻ ദ ലിമിറ്റ് 0 to m എന്ന് കിട്ടും. മൈനസ് അടുത്ത ടൈമിൽ x³ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to m ഈക്വൽ ടു 2/3. റൈറ്റ് സൈഡിൽ 2/3 വരും. ദാ ഇവിടെ ഈ 2ഉം ഈ 4 ക്യാൻസൽ ചെയ്യുക, ഇവിടെ 2, അപ്പോൾ 2/3 കിട്ടും. റൈറ്റ് സൈഡിൽ 2/3. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുത്താൽ മതി. ആദ്യം അപ്പർ ലിമിറ്റായ m ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ m² എന്ന് കിട്ടും. m² മൈനസ് ലോവർ ലിമിറ്റ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ലോവർ ലിമിറ്റ് ഇവിടെ 0 ആയതുകൊണ്ട് 0 തന്നെ കിട്ടും, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ മൈനസ് ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇവിടെ x³ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to m ആണ്. അപ്പോൾ m ഇവിടെ എക്സിന് പകരം കൊടുക്കുക. അപ്പോൾ m³ 3 എന്ന് കിട്ടും. m³ 3. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് എക്സിന് 0 എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. അപ്പോൾ ലോവർ ലിമിറ്റ് സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ബാക്കി എന്താ കിട്ടുന്നത്? അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ m² മൈനസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ m³ 3. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? m² മൈനസ് m³ 3 ഈസ് ഈക്വൽ ടു 2/3. അപ്പോൾ ഡിനോമിനേറ്റർ കിടക്കുന്ന ഈ 3 ക്യാൻസൽ ചെയ്ത് പോകാനായിട്ട് ത്രൂ ഔട്ട് 3 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മൊത്തത്തിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ m² 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3m² എന്ന് കിട്ടും അല്ലേ? മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് 3. അപ്പോൾ m² 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3m². ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3ഉം 3ഉം ക്യാൻസൽ ആയിട്ട് മൈനസ് m³ ഈസ് ഈക്വൽ ടു ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ടൈമിനെയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ടൈമുകളെയും എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3m² മൈനസ് m³ ഈസ് ഈക്വൽ ടു 2. ഇനി ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതൊരു ക്യൂബിക്കാണ്, ക്യൂബിക് ഇക്വേഷനാണ് അല്ലേ? എമ്മിലുള്ള ഒരു ക്യൂബിക് ഇക്വേഷനാണ്. ഇതിനെ സോൾവ് ചെയ്യണം. അതിനെ സോൾവ് ചെയ്യാനെന്ന് നിൽക്കേണ്ട, നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് നോക്കിയിട്ട് ഇതിനകത്തുള്ള ഏത് വാല്യൂ ആണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും എമ്മിന് 1 കൊടുക്കുമ്പോഴാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എമ്മിന് 1 ഇട്ട് കൊടുത്തേ. 3 × 1² മൈനസ് 1³ ഈസ് ഈക്വൽ ടു 2. 3 × 1² 3 മൈനസ് 1³ 1 ആണ് ഈസ് ഈക്വൽ ടു 2. കണ്ടോ? 3 - 1 ഈക്വൽ ടു 2. ദറ്റ് ഈസ് 2 ഈക്വൽ ടു 2 എന്ന് കിട്ടിയില്ലേ? സാറ്റിസ്ഫൈ ചെയ്തില്ലേ? അതുകൊണ്ട് എമ്മിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോഴാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ മീഡിയൻ ഈക്വൽ ടു 1. അതുകൊണ്ട് മീഡിയൻ 1 ആണ്. ഇങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് മീഡിയൻ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ഇൻ്റഗ്രൽ a to m f(x) dx ഈക്വൽ ടു 1/2. ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമ്മൾ എമ്മിലുള്ള ഒരു ക്യൂബിക് ഇക്വേഷനിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അതിനെ സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുന്നതിന് പകരം ഈ ഓപ്ഷനിലുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ വാല്യൂ എമ്മിൻ്റെ വാല്യൂ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് 1 കിട്ടും.